മഹാരാഷ്ട്രയിൽ നടന്ന ഒരു ഓപ്പറേഷൻ ടൈഗറിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ കാര്യമായിട്ട് പത്രങ്ങളിലൊക്കെ വരുന്നത്. മഹാരാഷ്ട്രയിലെ വലിയ പാർട്ടിയായിരുന്നു ശിവസേന. ഏതാണ്ട് 1966-67 കാലഘട്ടത്തിലാണ് ശിവസേന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് വലിയൊരു പാർട്ടിയായിട്ട് മുന്നോട്ട് വരുന്നത്. ഒരു കാർട്ടൂണിസ്റ്റായിരുന്നു ബാലാസാഹെബ് താക്കറെ. അദ്ദേഹമാണ് ശിവസേന രൂപീകരിച്ചത്. മഹാരാഷ്ട്രയിൽ ഒരു മണ്ണിൻ്റെ മക്കൾ വാദം ഉയർത്തിയാണ് ശിവസേന രംഗത്ത് വന്നത്. അതൊരു സങ്കുചിതമായ ഒരു പാർട്ടിയായിരുന്നു, കാരണം പ്രാദേശികവാദമായിരുന്നു അതിൻ്റെ മുഖമുദ്ര. പക്ഷെ പിന്നീട് ആ പാർട്ടി BJPയുമായിട്ട് ഒരു സഖ്യം ചേരുകയായിരുന്നു ചെയ്തിരുന്നത്. അതോടുകൂടി മനോഹർ ജോഷിക്കും, ശിവസേന നേതാവ് മനോഹർ ജോഷിക്ക് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയൊക്കെ ആകാൻ കഴിഞ്ഞു. BJP മഹാരാഷ്ട്രയിൽ അവരുടെ ഒരു ജൂനിയർ പാർട്ണറായിരുന്നു. ഗോപിനാഥ് മുണ്ടയെ പോലുള്ള നേതാക്കളായിരുന്നു അന്ന് മനോഹർ ജോഷി മുഖ്യമന്ത്രിയായ സമയത്ത് ഉപമുഖ്യമന്ത്രി പദവിയിലൊക്കെ ഇരുന്നത്. ഇപ്പോൾ കാലമൊക്കെ മാറി. ഇന്ന് മഹാരാഷ്ട്രയിൽ BJPയാണ് മുഖ്യമന്ത്രി. ശിവസേനയുടെ ഒരു വിഭാഗം BJPയുടെ കൂടെയുണ്ട്. അതാണ് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന. ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കാരണം കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ അവർക്ക് ഏറ്റവും അധികം എതിർപ്പുള്ളൊരു പാർട്ടിയായിരുന്നു ശിവസേന. പക്ഷേ 2022 BJP സഖ്യത്തെ തകർക്കാനായിട്ട് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത ഒരു കൂറുമാറ്റമായിരുന്നു മഹാവികാസ് അഗാദി എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട്. അതായത് ഇന്ന് വരെ നിതാന്തമായി ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ശിവസേനയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു സഖ്യമുണ്ടാക്കുകയായിരുന്നു. കാരണം BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ തന്ത്രം. ആ തന്ത്രം ഫലിച്ചു. 2022 ജൂണിൽ അതിനെ BJP തിരിച്ചടി നൽകുകയും ചെയ്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2014 മോഡി അധികാരത്തിലേറുന്നത്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഗംഭീര വിജയമാണ് നേടിയത്. 2014 ഗംഭീര വിജയമായിരുന്നു നേടിയത്. പക്ഷേ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2019 നടക്കുന്നത്. അന്ന് BJP ശിവസേന സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം നിയമസഭയിൽ കിട്ടുമായിരുന്നു. പക്ഷേ അവിടെ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവ് താക്കറേക്ക്, അതായത് ബാലാസാഹെബ് താക്കറയുടെ മരണത്തിന് ശേഷം അധികാരത്തിലേക്ക് വന്ന ഉദ്ധവ് താക്കറേക്ക് അന്നും ഒരു മുഖ്യമന്ത്രിയാവാൻ മോഹം വരികയാണ്. യഥാർത്ഥത്തിൽ ബാലാസാഹെബ് താക്കറെ ഉണ്ടായിരുന്ന സമയത്ത് അധികാര രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ശിവസേന രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം തിളങ്ങി നിന്നിരുന്നത് ഉദ്ധവ് താക്കറെ ആയിരുന്നില്ല, മറിച്ച് ബാൽ താക്കറയുടെ മരുമകൻ രാജ് താക്കറെയായിരുന്നു. പക്ഷേ ഉദ്ധവ് താക്കറെയാണ് അദ്ദേഹം തൻ്റെ പിൻഗാമിയായിട്ട് നിശ്ചയിച്ചത്. അതോടുകൂടി രാജ് താക്കറെ പിറകെ പോവുകയും അദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രിയാവണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം ഉയർത്തുകയാണ് 2019. അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നത് BJPയാണ്. BJP ആയിരുന്നു ഒന്നാമത്തെ കക്ഷി. രണ്ടാമത്തെ കക്ഷിയായിരുന്നു ശിവസേന. പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. BJPയുടെ നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു. അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നു BJP തീരുമാനം. പക്ഷേ ശിവസേന അത് അംഗീകരിച്ചില്ല. ഈ സമയത്താണ് കോൺഗ്രസും ശരത് പവാറിൻ്റെ NCPയും ചേർന്നുകൊണ്ടൊരു വലിയൊരു അട്ടിമറി നടത്തുന്നത്. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കുന്നു. മഹാവികാസ് അഗാദി എന്ന് പറഞ്ഞ സഖ്യം രൂപവൽക്കരിക്കുന്നു. മന്ത്രിസഭയിൽ കോൺഗ്രസും ചേരുന്നു, അതേപോലെ തന്നെ NCPയും ചേരുന്നു. അപ്പോൾ ഇതുവരെ ശിവസേന വിരുദ്ധ നിലപാടെടുത്തിരുന്ന, ഹിന്ദു ദേശീയബോധത്തിനൊക്കെ എതിരായ നിലപാടെടുത്തിരുന്ന കോൺഗ്രസ് അവർ പെട്ടെന്ന് തന്നെ ശിവസേനയായിട്ട് സഖ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ശിവസേനയാണെങ്കിൽ അതുവരെ ഒരു സങ്കുചിത മഹാരാഷ്ട്രവാദവും പിന്നീട് ഹിന്ദു ദേശീയവാദവും ഒക്കെ അംഗീകരിച്ച ശിവസേന പെട്ടെന്ന് തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തീവ്രമായ സംഘടനകളൊക്കെ ഉൾപ്പെടുന്ന ആ സഖ്യത്തിലേക്ക് അവർ പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് ശിവസേനക്കകത്ത് കുറേയൊക്കെ റിവോൾട്ട് ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. ഇതേ തുടർന്നാണ് അങ്ങനെ ഒരു വലിയൊരു ചതിയാണ് ശിവസേന BJPയോട് ചെയ്തത്. അല്ലെങ്കിൽ വലിയൊരു കൂറുമാറ്റമാണ്, ഒരു അട്ടിമറിയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ മഹാരാഷ്ട്രയിൽ നടന്നത്. അപ്പോൾ ഇതിന് BJP അതിശക്തമായ തിരിച്ചടി കൊടുക്കുന്നത് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ്. 2022 ജൂണിലാണ് BJP അതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നത്. അന്ന് ശിവസേന വിട്ടിട്ട് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഭൂരിഭാഗം MLAമാരും പുറത്തേക്ക് വരിക. അപ്പം അതിൽ ഏകനാഥ് ഷിൻഡെയെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് BJP കേന്ദ്ര നേതൃത്വം ദേവേന്ദ്ര ഫട്നാവിസിന് പകരം ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കുന്നു, ദേവേന്ദ്ര ഫട്നാവിസിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നു. അങ്ങനെ ഒരു മന്ത്രിസഭയാണ് അവിടെ രൂപീകരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭ
നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചിരുന്നു. NCPയിലെ ശരത് പവാറിൻ്റെ മരുമകൻ അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം MLA മാർ അവരുടെ കൂടെ വന്നു. പക്ഷേ നിയമസഭയിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അജിത് പവാർ തിരിച്ച് NCPയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങളുടെ മാത്രം മുഖ്യമന്ത്രിയായിട്ട് ദേവേന്ദ്ര ഫട്നാവിസ് അവശേഷിച്ചു. പിന്നീടാണ് 2022 ജൂണിൽ ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേന മുഖ്യമന്ത്രി വരുന്നത്. BJP ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് 2024 പിന്നീട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യം വലിയ വിജയമാണ് നേടിയത്. ശിവസേനയുടെ ഭരണം, ഉദ്ധവ് താക്കറെയുടെ ഭരണം ഏതാനും കാലത്തെ 2.5-3 വർഷത്തെ ഉദ്ധവ് താക്കറെയുടെ ഭരണമാണ് അവസാനിക്കുന്നു. BJP അധികാരത്തിലായിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ കുറച്ചൊക്കെ മാറി മറിയുകയാണ് ചെയ്യുന്നത്. ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ വന്നെങ്കിലും മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയാണ് കിട്ടിയതെന്ന് പറയാം. കാരണം BJPക്ക് 9 സീറ്റ് മാത്രമാണ് കിട്ടിയത്. BJPയുടെ കൂടെയുള്ള ശിവസേനയ്ക്ക്, ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 7 സീറ്റും കിട്ടി. അങ്ങനെ 9, 7, 16 സീറ്റാണ് അവരുടെ കയ്യിലുണ്ടായത്. മറുഭാഗത്താണെങ്കിൽ കോൺഗ്രസ് 13 സീറ്റ് കിട്ടി. അതേപോലെ തന്നെ ഉദ്ധവ് ശിവസേനയ്ക്ക് 9 സീറ്റ് കിട്ടി. പക്ഷേ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ മാറി. BJP ഗംഭീരമായ വിജയം നേടുന്നു. 288 അംഗ നിയമസഭയിൽ 235 പേരും BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിനാണ് കിട്ടുന്നത്. അതിൽ തന്നെ BJP ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തുകയാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, പക്ഷെ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തുന്നു. NCPയിൽ തന്നെ അജിത് പവാർ കാരണം നേരത്തെ ശിവസേന വന്നതിന് 1 വർഷം കഴിയുമ്പോഴേക്ക് അജിത് പവാറിൻ്റെ NCPയും BJPയുടെ കൂടെ വന്നിരുന്നു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCP ശിവസേനയുടെ BJP സഖ്യത്തിൻ്റെ കൂടിയാണ് മത്സരിച്ചത്. BJPയിലെ NCPയിലെ അജിത് പവാർ പക്ഷം, മറുഭാഗത്ത് ശരത് പവാർ അപ്പുറത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലൊക്കെ തന്നെ കാര്യമായ തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തൂത്തുവാരിയായിരുന്നു BJP ശിവസേന സഖ്യം. അതോടുകൂടി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് പതുക്കെ ഏകനാഥ് ഷിൻഡെ നേതൃത്വത്തിലുള്ള ശിവസേന ഉദ്ധവ് താക്കറെയുടെ ആളുകളെ പതുക്കെ വലിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന MP മാരുടെ ഒരു കൂറുമാറ്റം, അല്ലെങ്കിൽ MP മാരെ അവർ പാർട്ടി തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവന്നത് വലിയൊരു നേട്ടമാണ് നമുക്ക് വേണമെങ്കിൽ കരുതാമെങ്കിലും ചെറിയ ഒരുപാട് നേട്ടങ്ങൾ നേരത്തെ തന്നെ ഏകനാഥ് ഷിൻഡെ പല പ്രാദേശിക നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്നത് നേരത്തെ ഉദ്ധവ് താക്കറെയുടെ പിതാവ് ബാൽ താക്കറെയായിട്ട് വളരെ ബന്ധമുള്ള ഗ്രാസ് റൂട്ട് ലെവലിലൊരു പ്രവർത്തകൻ. അദ്ദേഹം ശരിക്കും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, വളരെ താഴെക്കടയിൽ നിന്ന് വന്നൊരു നേതാവാണ് ഏകനാഥ് ഷിൻഡെ. അദ്ദേഹം പതുക്കെ ശിവസേന നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് 9 അംഗങ്ങളുള്ള ശിവസേനയുടെ ലോക്സഭാ പാർട്ടിയിലെ 6 പേരും ഇപ്പോൾ ഉദ്ധവിനെ വിട്ടിട്ട് ഏകനാഥ് ഷിൻഡെയുടെ കൂടെ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതോടുകൂടി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റമാണ് വരുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറെയൊക്കെ ഇപ്പോൾ ഏതാണ്ട് മഹാരാഷ്ട്രയിലെ ബോംബെയിലും സബർബ്സിലും മാത്രമാണ് അവർക്ക് വലിയ സ്വാധീനമുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാമീണ മേഖലയിൽ മറാഠവാഡയിലൊക്കെ പഴയ അവിഭക്ത സേന വലിയ പാർട്ടിയായിരുന്നു. പക്ഷെ അവർ ഭിന്നിച്ചു പോയി. അതുകൊണ്ട് തന്നെ അവർക്കൊരു ക്ഷീണം സംഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ രണ്ട് ശിവസേനയും ഏതാണ്ട് ഒരുമിക്കുന്നത് പോലെ, ഉദ്ധവ് താക്കറെയെ ഒഴിവാക്കിക്കൊണ്ടുള്ള 2 ശിവസേനയും ഒരുമിക്കുന്ന പോലെയുള്ള സ്ഥിതിഗതികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മഹാരാഷ്ട്രയിലാണെങ്കിൽ ശിവസേന, അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്ന് 6 MP മാർ ഇപ്പുറത്തേക്ക് വന്നതോടുകൂടി 6ഉം 7ഉം 13 പേരായി ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയിൽ. BJPക്കാണെങ്കിൽ 9 MP മാരാണുള്ളത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ലോക്സഭാ MP മാരിൽ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏറ്റവും അധികം ലോക്സഭാ MP മാരുള്ള പാർട്ടി ഇപ്പോൾ ആരുടെ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു? ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുതയുണ്ട്. കാരണം 2022 സ്പ്ലിൻഡർ ഗ്രൂപ്പായിട്ടുള്ള ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിയ BJP, അന്ന് BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലെങ്കിലും വലിയ കക്ഷിയായിരുന്നു. കുറച്ചു കാലം ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തതാണ് 2019. പക്ഷേ 2022 ഈ ഓപ്പറേഷനെ തുടർന്ന്, അല്ലെങ്കിൽ ശിവസേന പിളർന്നതിനെ തുടർന്ന് ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കാണ് BJP ചെയ്തത്. പക്ഷേ 2024 BJP വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന സമയത്ത്, BJP സഖ്യം വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് കുറച്ച് സീറ്റ് മാത്രമേ കുറവുള്ളൂ. വേണമെങ്കിൽ അജിത് പവാറിൻ്റെ NCPയും BJPയും ചേരുകയാണെങ്കിൽ
ഈവൻ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന ഇല്ലെങ്കിൽ തന്നെ BJPക്ക് ഭൂരിപക്ഷമാവും എന്ന സ്ഥിതി വന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം BJP തന്നെ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായിട്ട് തുടരേണ്ടി വന്നു. പക്ഷെ ഇവിടെ അദ്ദേഹം ചെയ്തത് ഒരു വലിയൊരു ഫൈറ്റാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം ഉദ്ധവ് താക്കറെക്കെതിരായിട്ട് യഥാർത്ഥ ശിവസേന തൻ്റെതാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ഭാഗീരഥ പ്രയത്നത്തിലാണ്. കാരണം അദ്ദേഹത്തിന് അനുകൂലമായ മറ്റ് പല ഘടകങ്ങളുണ്ടായിരുന്നു. കാരണം മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സഖ്യത്തിലെ ഇസ്ലാമിക ഗ്രൂപ്പുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഒരിക്കലും ശിവസേനയായിട്ട് യോജിച്ചു പോകുന്ന ഒരു പാർട്ടിയല്ല, അല്ലെങ്കിൽ ശിവസേന ഒരിക്കലും കോൺഗ്രസുമായി യോജിച്ചു പോകുന്ന പാർട്ടിയല്ല. അപ്പം ബാലാസാബ് താക്കറെയെ ആളുകളൊക്കെ വിമർശിച്ചത് ഒരു ഹിന്ദു വർഗീയവാദികളുടെ നേതാവ്, കടുത്ത ഹിന്ദു RSSO BJPയോ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ഹിന്ദു വർഗീയതയുടെ നേതാവായിട്ടാണ് ബാൽ താക്കറെ ആളുകളൊക്കെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായുള്ള സഖ്യം ശിവസേനയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന്, അല്ലെങ്കിൽ ബാൽ താക്കറെയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന് ഏകനാഥ് ഷിൻഡെ പ്രചരിപ്പിച്ചു. അതിന് അദ്ദേഹത്തിന് നല്ലൊരു സ്വീകാര്യതയും ലഭിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ MP-മാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു വെല്ലുവിളി കൂടി ഉയരുന്നുണ്ട്. കാരണം ഇത് പലരും പറയുന്നത് ഏകനാഥ് ഷിൻഡെയും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ളൊരു മത്സരം മാത്രമല്ല ഇത് എന്നുള്ളതാണ് ഇതിനൊരു മറ്റൊരു വ്യാഖ്യാനം. കാരണം മഹാരാഷ്ട്രയിലെ നേതാവ് ആരാണ്? മഹാരാഷ്ട്രയിലെ നേതാവ് ഏകനാഥ് ഷിൻഡെയാണ്. കാരണം അജിത് പവാർ ഓൾറെഡി ഒരു അപകടത്തിൽ മരിച്ചു. ദേവേന്ദ്ര ഫട്നാവിസ് ഇവിടെ മുഖ്യമന്ത്രിയാണ്, ഉപമുഖ്യമന്ത്രിയാണ് ഏകനാഥ് ഷിൻഡെ. പക്ഷെ താനാണ്, കാരണം കുറച്ചു കാലം തന്നെ മുഖ്യമന്ത്രിയായിട്ട് BJP കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചാണ്, താൻ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നേതാവ് എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം BJPയെ മറികടന്നുകൊണ്ട് മറാത്ത്വാദയിലൊക്കെ വലിയ ശക്തി നേടി, ബോംബെയിലും വലിയ ശക്തിയുള്ള തൻ്റെ പാർട്ടി, കാരണം മഹാരാഷ്ട്രയിൽ ഏറ്റവും അധികം ലോക്സഭാ അംഗങ്ങൾ തൻ്റെ കൂടെയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത് ഉദ്ധവ് ശിവസേനയ്ക്കെതിരായിട്ടുള്ള നീക്കമാണ്, അല്ലെങ്കിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു ഓപ്പറേഷനാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന നിലയിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മറികടന്നുകൊണ്ട് ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ നേതാവ്. അപ്പം 16 MP-മാർ ഇപ്പോൾ തൻ്റെ കൂടെയുണ്ട്. BJPക്ക് 9 MP-മാരേ ഉള്ളൂ എന്നുള്ളൊരു അവകാശവാദമാണെങ്കിൽ ഏകനാഥ് ഷിൻഡെക്ക് പതുക്കെ ഉന്നയിക്കാൻ കഴിയും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദവി ഈ ടേമിൽ അല്ലെങ്കിൽ അടുത്ത ടേമിലെങ്കിലും തനിക്ക് നൽകണം എന്നാവശ്യപ്പെടാൻ ഏകനാഥ് ഷിൻഡെക്ക് ശക്തി പകരുന്നത് കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഈ ഒരു വിജയം 6 MP-മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ഉദ്ധവ് ശിവസേന, ഉദ്ധവ് ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ പിതാവ് ബാൽ താക്കറെ ആണെങ്കിലും അദ്ദേഹത്തിന് ബാൽ താക്കറെയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല. യഥാർത്ഥ ശിവസേന മറ്റേത് തന്നെയാണ്. ഉദ്ധവിൻ്റെ പാർട്ടി നാമാവശേഷമാകുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്.